ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി ഒരുപാട് കോൺട്രവേഴ്സികളോട് കടന്നുപോയിട്ടുള്ള നോളൻ ഫിലിമും അതിലുപരി നോളന്റെ പല തീരുമാനങ്ങളെയും പലരും സംശയിച്ചൊരു മൂവി കൂടിയായിരുന്നു ദി ഒഡീസി. എന്നാൽ ഇപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു എപ്പിക് മൂവി. സിനിമ തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ നോളന്റെ മനസ്സിലുള്ള ഒഡീസി എന്ന സ്റ്റോറി എന്താണോ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സിനിമ തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ നമ്മളെ മറ്റൊരു വേൾഡിലേക്കാണ് ഈ സിനിമ എത്തിക്കുന്നത്. ഒഡീസി എന്ന സ്റ്റോറിക്ക് ഒരു മികച്ച അഡാപ്റ്റേഷൻ ആണ് നോളൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രത്തോളം മികച്ച രീതിയിൽ തന്നെയാണ് നോളൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ഈ സിനിമ പുറത്തിറങ്ങുന്ന മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സികളും ഡീഗ്രേഡിങ്ങും ഒക്കെ തന്നെ. നമ്മൾ ഇന്ത്യൻ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലെങ്കിലും ഫോറിൻ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് ഈ സിനിമ പുറത്തിറങ്ങുന്ന മുമ്പ് വലിയ രീതിയിലുള്ള ഹേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ 1-2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടും ഈ കോൺട്രവേഴ്സികളെല്ലാം തന്നെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പരിധി വരെ എന്ന് പറയാൻ കാരണം നമ്മൾ എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞാലും എത്രത്തോളം മികച്ചതാണെന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. പിന്നെ ഒരുപാട് പേര് ഈ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പേഴ്സണലി എനിക്ക് ഈ സിനിമ കണ്ട സമയത്ത് അത്തരത്തിലൊന്നും തന്നെ തോന്നിയില്ല. എല്ലാ ആക്ടേഴ്സും അവർക്ക് കൊടുത്ത റോള് വളരെ നല്ല രീതിയിൽ ചെയ്തു വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രത്തോളം മോശമായി എന്ന് പറയാൻ പറ്റുന്ന ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒന്നും തന്നെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നത് പോലെ ഇതൊരു മിത്തോളജിക്കൽ സ്റ്റോറിയാണ്. ഈ ഒഡീസി എന്ന് പറയുന്ന സ്റ്റോറി അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, അതേപോലെ അറിയാത്ത ഒരുപാട് പേരും ഉണ്ടായിരിക്കും. എന്നാൽ ഈ രണ്ടു കൂട്ടർക്കും ഒരേപോലെ ഈ മൂവി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് നോളൻ ഈ മൂവി ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഈ മൂവിയിൽ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് നോളൻ ഈ മൂവിയെ കുറച്ചൊക്കെ ഒരു നോൺ ലീനിയർ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനിത് കൂടുതലും കുറച്ചും കൂടി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടായിരിക്കും കഥ പോവുക എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ നോളൻ തന്റെ തനത് നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ഈ മൂവിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. നോളന്റെ സിനിമകളിൽ നമുക്ക് കോമൺ ആയി കാണാൻ പറ്റുന്നതാണ് നോളന്റെ ആ നോൺ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്. അത് ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ച് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലൊന്നുമല്ല, എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ മൂവിയിൽ എടുത്തു പറയേണ്ടതാണ് ഈ മൂവിയിലെ സിനിമോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഈ മൂവിയിലെ വിഷ്വൽസും അതെല്ലാം തന്നെ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൂവിയെ കുറിച്ച് പറയുമ്പോൾ നോളൻ ഇത് വെറും ഒരു ആക്ഷൻ അഡ്വഞ്ചർ മൂവി എന്നതിലുപരി ഈ മൂവിയിലെ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ആ ഒരു സൈക്കോളജിക്കൽ ഡ്രാമയൊക്കെ തന്നെ നോളൻ ഈ മൂവിയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ മൂവിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂറിനടുത്താണ്. അതുകൊണ്ട് തന്നെ ചിലവർക്കെങ്കിലും ഈ മൂവിയുടെ മിഡിൽ ഓഫ് ദി പോർഷനിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ഒരു പേസിംഗ് ഇഷ്യൂ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എന്നാലും ചിലവർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ മൂവി കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഈ സിനിമ നിങ്ങൾ നോർമൽ സ്ക്രീനിലോ മറ്റോ കാണുകയാണെങ്കിൽ ഈ മൂവിയുടെ ഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒഡീസി എന്ന് പറയുന്ന ഈ സിനിമ ഫുൾ ആൻഡ് ഫുൾ ഐമാക്സിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഐമാക്സിൽ കാണാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒഡീസി എന്ന് പറയുന്ന ഈ സിനിമ ഒരു ഗംഭീര സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് കാണാൻ നോക്കുക. അതുപോലെ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞാനിവിടെ പറഞ്ഞ ഇതേ ഒപ്പീനിയൻ ഒന്നും ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി പറയൂ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.